ഹലോ മക്കളെ, അപ്പോൾ എൻജുപോർട്ടിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 7ാമത്തെ ചാപ്റ്ററിലെ ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചോദ്യത്തിനെ തന്നെ 2 രീതിയിലാക്കിയിട്ടാണ് നിങ്ങളെ ഇന്ന് മനസ്സിലാക്കി തരാൻ പോകുന്നത്. എല്ലാവർക്കും എൻജുപോർട്ടിന്റെ വീഡിയോ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മക്കളെ, നമ്മൾ സാധാരണയായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനത്തിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്നത് ഏത് ടൈപ്പ് കോമ്പൗണ്ട്സിലാണെന്ന് നമ്മൾ പഠിക്കണം. സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധന സ്വഭാവമുള്ള ഏതിലാണ് മക്കളെ? സംയുക്തങ്ങളിലാണ് നടക്കുക. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ നമ്മളോട് ഇത് 2 രീതിയിൽ നമ്മളോട് ചോദിക്കാം. ആ 2 രീതി നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. പല കുട്ടികൾക്കും ഇത് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊരു പരീക്ഷണം നടത്തുന്നത്. ഓക്കെ മക്കളെ, ആദ്യത്തെ രീതി നമ്മളോട് ചോദിക്കുന്നത് കണ്ടൻസ്ഡ് ഫോർമാറ്റിലാണ്. ഇങ്ങനെയോട് ചോദിക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഡാഷും അതേപോലെ തന്നെ വേറൊരു ഡാഷും അങ്ങോട്ട് ഇടും. അപ്പൊ പെട്ടെന്ന് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ചോദ്യം കറക്റ്റ് ആയിട്ട് നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മ ദൃഷ്ടിയോടെ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എങ്ങനെയാണ് സാർ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാവുക? നോക്കൂ മക്കളെ, ഇതിന്റെ ഇടയ്ക്കൊക്കെ ഏകബന്ധനമല്ലേ, സിംഗിൾ ബോണ്ട് അല്ലേ നിങ്ങൾ കാണുന്നത്? ഓരോ കാർബണിന്റെ ഇടയ്ക്കും ഏകബന്ധനം കാണുന്നുണ്ട്. ഏകബന്ധനമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പറഞ്ഞു നാവെടുത്തിട്ടുള്ളൂ. സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം സാർ എന്നാണ് ചോദ്യമെങ്കിൽ നോക്കിക്കോളൂ മക്കളെ. നിങ്ങൾ നോക്കേണ്ടത് ഈ പ്ലസിന്റെ അടുത്തേക്കുള്ള ഹൈഡ്രജനെ കണ്ടോ? നിങ്ങൾ ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് കൊടുക്കുക. ഒറ്റ ഹൈഡ്രജൻ മാത്രമേ കൊടുക്കാനുള്ള അവകാശവും എന്താണ് നമുക്കുള്ളൂ. ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ക്ലോറിനെ ഇങ്ങോട്ട് വാങ്ങുക. ദാറ്റ്സ് ഓൾ. അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അത് എഴുതി കഴിഞ്ഞാൽ എന്തായി മക്കളെ? നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനമായി. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെ വരും? അതിന്റെ ഉത്തരം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ മാത്രമേ മാറ്റുള്ളൂ. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു ക്ലോറിൻ ഇങ്ങോട്ട് വാങ്ങുന്നു. നോക്കൂ, ഈ CH3 നമ്മൾ അതേപോലെ എഴുതി. റെഡിയല്ലേ? ഈ CH2 നമ്മൾ അതേപോലെ എഴുതി, ഒരു മാറ്റവും ഇല്ല. ഇനി ഇവിടെ മാറ്റം വരുന്ന സ്ഥലം ഇവിടെയാണ് അല്ലെ? ഈ C അതേപോലെ എഴുതി. ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ടാവില്ല, പകരം 2 എണ്ണമാണ് ഉണ്ടാവുക. കാരണം ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെ? മാത്രമല്ല ഒരു ക്ലോറിൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പൊ CH2Cl. That's all അല്ലെ? അപ്പൊ CH3 CH2 CH2Cl. ഇനി അപ്പുറത്തെ സൈഡിൽ ആരൊക്കെ ഉണ്ടാവും മക്കളെ? ആ പ്ലസ് കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? ഈ പ്ലസ് കഴിഞ്ഞാൽ ആരാ ഉണ്ടാവും എന്നറിയോ? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ടില്ലേ? ആ ഹൈഡ്രജൻ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ ഒരു ക്ലോറിൻ ബാക്കിയില്ലേ? അതും നമുക്ക് ഇവിടെ എഴുതാം. കണ്ടോ മക്കളെ? അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലസിന്റെ ഇപ്പുറത്തുള്ളത് ആദ്യം എഴുതുക. അതിനുശേഷം പ്ലസിന്റെ അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നും എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോകുന്നു, ഒരു ക്ലോറിൻ ഇങ്ങോട്ട് വാങ്ങുന്നു. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണല്ലോ? ഇത് ഒരു രീതി. ഓക്കെ മക്കളെ, അപ്പൊ എങ്ങനെയാണ് കണ്ടൻസ്ഡ് ഫോർമുലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാണ്ടാവും. ഇനി ഈ ചോദ്യം തന്നെ മറ്റൊരു രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ആ രീതിയാണ് ഇത്. ഇതിനാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം മോഡലിൽ നമ്മളോട് ചോദിക്കാന്ന് പറയുന്നത്. എന്ത് ചോദ്യമാണെങ്കിലും ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആദേശം നടക്കുമെന്നുള്ളതാണ്. അതെങ്ങനെ തിരിച്ചറിയാം? ഇവിടെ നോക്കുക മക്കളെ, C3H8 അല്ലെ? കാർബണിന്റെ എണ്ണം 3 ആണ്. ആ 3യോട് ഇരട്ടി, 3യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ 6. 6നോട് 2 കൂട്ടിയാൽ 8 അല്ലെ? അപ്പൊ കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയോട് 2 കൂട്ടിയാൽ ഹൈഡ്രജൻ കിട്ടുമെങ്കിൽ കാർബണിന്റെ എണ്ണ എത്രയാ മക്കളെ? 3 ആണ്. ആ 3യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും? 6 വരും. ആ 6നോട് 2 കൂട്ടിയാൽ 8. അതാണ് ഹൈഡ്രജന്റെ എണ്ണമെങ്കിൽ അല്ലെ? നമുക്ക് ഉറപ്പിക്കാം ഇത് ആൽക്കൈൻ ആണ്. ആൽക്കൈൻ ആകുമ്പോൾ അതിൻ്റെ അകത്ത് സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയോട് 2 കൂട്ടിയ ആ ഒരു നമ്പറാണ് ഏത് ഹൈഡ്രജൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടിലാണ്. എടാ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്നത് ഏതിന്റെ അകത്താണ്? ഏകബന്ധനമുള്ള ആളുകളിലാണ്. അപ്പൊ ഏകബന്ധനാണ് നമുക്ക് മനസ്സിലായി. റെഡി അല്ലേടാ മക്കളെ? റെഡി അല്ലേടാ? ഓക്കെ, അപ്പോ അങ്ങനെയാണ്. ഞാൻ വെറുതെ എൻ്റെ ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ, C4 വന്നു കഴിഞ്ഞാൽ H എത്ര വരും? C4 വന്നു കഴിഞ്ഞാൽ H എത്ര വരും? 4ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 8. 8നോട് 2 കൂട്ടിയാൽ 10. സോ C4H10 വന്നാൽ നമുക്ക് ഉറപ്പിക്കാം അതും ആൽക്കൈൻ ആണ്, അതും സിംഗിൾ ബോണ്ട് ആണ്. ഇത്രയേ ഉള്ളൂടാ.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നും നോക്കാനില്ല. ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് കൊടുക്കുക, ഒരു ക്ലോറിൻ അങ്ങോട്ട് വാങ്ങാം. എന്ത് വന്നാലും നമ്മളെ പോളിസി ഇത് തന്നെ. ഒരു ഹൈഡ്രജൻ കൊടുക്കുക, അവിടുന്ന് ഒരാളെ വാങ്ങാം അല്ലെ. ഈ രൂപത്തിൽ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഏകബന്ധനം ഇതിൻ്റെ അകത്ത് ഓൾറെഡി കാണാം. പക്ഷെ ഇതിൻ്റെ അകത്ത് ഏകബന്ധനം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോർമാറ്റ് പറഞ്ഞത്. കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയോട് 2 കൂട്ടിയാൽ ഹൈഡ്രജൻ കിട്ടുമെങ്കിൽ അത് ഏനായിരിക്കും, സിംഗിൾ ബോണ്ട് ആയിരിക്കും, ഏകബന്ധനായിരിക്കും. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഒരു ഹൈഡ്രജൻ കൊടുക്കുക, ഒരു ക്ലോറിനെ വാങ്ങാം. ആദ്യം പ്ലസിന്റെ ഇപ്പുറത്തുള്ളത് എഴുതുക, അതിനുശേഷം പ്ലസിന്റെ അപ്പുറത്തുള്ള എഴുതുക. പ്ലസിന്റെ അപ്പുറത്ത് ആരൊക്കെ വരും? C3 വരും. C3ക്ക് വലിയ മാറ്റം വരില്ല. H8 എന്നുള്ളത് H7 എന്നാ വരിക. കാരണം ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോയിക്ക്. അല്ലേടാ മക്കളെ, അല്ലേടാ. ഇനി ഇവിടെ നിന്നൊരു ക്ലോറിൻ ഇങ്ങോട്ട് വന്നിക്ക്. അപ്പൊ C3H7Cl. റെഡി? ഇനി പ്ലസ് അങ്ങോട്ട് ഇട്ടു. ഇനി പ്ലസിന്റെ അപ്പുറത്തുള്ള കലാപരിപാടി അല്ലെ. ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ അങ്ങോട്ട് പോയിക്ക്. ആ ഹൈഡ്രജൻ ഇവിടെ എഴുതുക. ഒരു ക്ലോറിൻ ഓൾറെഡി ഇവിടെ ബാക്കിയുണ്ട്. ദാ കണ്ടോളി. റെഡി? അപ്പോ ഒരു ചോദ്യം തന്നെ 2 രീതിയിൽ മക്കൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇതേ ചോദ്യം തന്നെയാണ് ഇത്. അതെങ്ങനെയാ സാറേ ഇതേ ചോദ്യം തന്നെ ഇതാകുക? നോക്കടാ മക്കളെ. C3H8 എന്ന് പറയുമ്പോൾ 1 2 3 കാർബൺ, 3 2 5 5 3 8 ഹൈഡ്രജൻ. ദാ ക്ലോറിനായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിന്റെ ഉത്തരം നോക്കി നിങ്ങൾ. 1 2 3 ദാ C3, 3 2 5 5 2 7 ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ. റെഡി? അപ്പൊ ഒരു ചോദ്യം തന്നെ 2 രീതിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തുക എന്ന് എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയക്കുക. ഓക്കെ, അവരും പഠിക്കട്ടടാ. ഇനി അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ ഇടുക. ഓക്കെ, എജുപോർട്ടിന്റെ കെമിസ്ട്രി ലൈവുകളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവരെയും കൂടി കൂട്ടി കൊണ്ടുവരിക. അവരും പഠിച്ചിട്ട് A+ വാങ്ങട്ടെ എന്നുള്ള ആശംസകളോടെ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.